ഹലോ, അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? എല്ലാവരും ഹാപ്പി ആയിട്ടും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ഞങ്ങളിവിടെ ഹാപ്പി ആയിട്ടും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇന്നത്തെ എൻ്റെ വീഡിയോ ഉച്ച മുതൽ രാത്രി വരെയുള്ള വിശേഷങ്ങളൊക്കെ കാണിക്കുന്ന കേട്ടോ. എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു നല്ലൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നിതാ ഞങ്ങൾ ലഞ്ച് പുറത്തുനിന്നാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. അങ്ങനെ ഇതാ ജിദ്ദയിലുള്ള ഷാറ തൗബയിലുള്ള BMR റെസ്റ്റോറൻറ്റിൽ കേട്ടോ ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടുത്തെ ഒരു സ്പെഷ്യലുണ്ട്, ചട്ടിച്ചോറ്. അത് കഴിക്കാനായിട്ട് ഞങ്ങൾ മെയിനായിട്ട് തന്നെ വന്നിട്ടുള്ളത്. അങ്ങനെ ഇതാ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ ഓർഡർ ആക്കിയിട്ടുള്ള ചട്ടിച്ചോറൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല ക്വാണ്ടിറ്റി തന്നെ ഉണ്ടായിരുന്നു. രണ്ടാൾക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. ചിക്കനും ബീഫും ഫിഷും ഓംലെറ്റും ഫിഷ് കറിയും പിന്നെ ഉപ്പേരികളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നല്ലൊരു ക്വാണ്ടിറ്റി തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളതൊന്ന് കഴിക്കണം കേട്ടോ. അങ്ങനെ അതാ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ തിരിച്ച് റൂമിലേക്ക് തന്നെയാണ് കേട്ടോ പോണത്. അങ്ങനെ അതാ റൂമിൽ എത്താനായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു നല്ല ഉച്ചമയക്കത്തിനൊക്കെ ശേഷം ഞങ്ങൾ വൈകുന്നേരം കേട്ടോ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതാ വൈകുന്നേരം നല്ലൊരു ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ചായക്കുള്ള വെള്ളം ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചായക്കൊന്ന് റെഡിയാക്കി എടുത്ത് അതൊക്കെ ഒന്ന് കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ കുട്ടിക്ക് സ്വീറ്റ് കോൺ ആണെന്ന് പറഞ്ഞപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് സ്വീറ്റ് കോണൊക്കെ ഒന്ന് പുറത്തെടുത്ത് അതൊക്കെ ഒന്ന് കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇത് ഫ്രോസൺ സ്വീറ്റ് കോൺ ആട്ടോ. അത് ലുലുവിൽ പോയപ്പോൾ കണ്ടപ്പോൾ വാങ്ങിയതായിരുന്നു. ലുലുവിൻ്റെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ അതൊക്കെ ഒന്ന് ബോയിൽ ചെയ്യാൻ വെക്കുകയാണ്. അങ്ങനത്തെ സ്വീറ്റ് കോണൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ബട്ടറും ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ആഡ് ചെയ്തിട്ട് കുട്ടികൾക്ക് ഒന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. ആ സമയത്ത് എന്താ മഗ്‌രിബ് ബാങ്കൊക്കെ കൊടുത്തു. അങ്ങനെ പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ വന്ന് നോക്കിയപ്പോൾ അവരൊക്കെ നല്ല കളിയിലാണ് കേട്ടോ രണ്ടാളും.
അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ കിച്ചണിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് പുറത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഡിന്നർ സെറ്റാക്കി എടുക്കാമെന്നാണ് വിചാരിക്കണേ. അപ്പോൾ ഇതാ ഫ്രിഡ്ജിൽ നിന്ന് ഫ്രോസൺ ബീഫാണ് കേട്ടോ, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബീഫാണ്. അപ്പോൾ ചപ്പാത്തിയും ബീഫും ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ബീഫിക്ക് ആവശ്യമായ വെജിറ്റബിൾസൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് മസാല ആക്കി എടുക്കുക, ഒരു ഡ്രൈ ബീഫാക്കി എടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കണേ. അപ്പോൾ ഇതാ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിൻ്റെ ശേഷം ഉള്ളി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഉള്ളി കുറച്ച് ഉപ്പിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ആ സമയത്ത് തന്നെ അതാ ചപ്പാത്തിക്ക് മാവ് കുഴക്കാനുള്ള വെള്ളമൊക്കെ ഞാൻ അപ്പുറത്ത് തിളപ്പിക്കാൻ വെക്കുകയാണ്. അങ്ങനെ അതാ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതും ഒന്ന് ഒരു 5 മിനിറ്റ് മൂടി വെക്കുകയാണ് കേട്ടോ, തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് തന്നെ അതാണ് ചപ്പാത്തിക്ക് വേണ്ടിയിട്ടുള്ള പൊടിയൊക്കെ എടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് തിളപ്പിച്ച് വെച്ച വെള്ളമൊക്കെ ഒഴിച്ച് അതൊക്കെ ഒന്ന് കുഴച്ച് എടുക്കണം കേട്ടോ. ആ സമയത്ത് തന്നെ അതാ തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതൊന്ന് നന്നായിട്ടൊന്ന് പച്ചമണം മാറണ വരെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ അതാ നമ്മൾ ഫ്രോസൺ ബീഫ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന്, പിന്നെ കുറച്ച് കറിവേപ്പിലയും ആഡ് ചെയ്തിട്ട് അതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ ഫൈനലി നമ്മൾ ബീഫൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഡ്രൈ ആക്കിയതാണ് ഞാനിവിടെ, എല്ലാവർക്കും അതാണ് ഇഷ്ടം. അപ്പോൾ ബീഫൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് തന്നെ ഞാൻ ചപ്പാത്തി പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ചുട്ടെടുക്കണില്ല, ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ട് ചൂടോടെ തന്നെ ചുട്ട് കഴിക്കാമെന്നാണ് കേട്ടോ വിചാരിക്കണേ. അങ്ങനെ എന്താ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ അടുത്തുള്ള മാൾക്ക് തന്നെ കേട്ടോ പോണത്. ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു, അപ്പോൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഇതാ ഞങ്ങൾ മാളിലെത്തി നേരെ R&Bക്കാണ് കേട്ടോ പോണത്. കുട്ടികൾക്ക് ഡെയിലി യൂസും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഡെയിലി യൂസും കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കുകയാണ് കേട്ടോ.
അപ്പോൾ ആ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ബില്ലൊക്കെ പേയ്മെൻറ്റ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ കുട്ടികളൊന്ന് ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.